പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. സ്വരം കേൾക്കുന്ന ആടുകളും ആടുകളെ അറിയുന്ന ഇടയനും ഇടയനെ അനുഗമിക്കുന്ന നല്ലൊരു അജഗണവും. ക്രിസ്തു തൻ്റെ സ്വപ്നം, നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം പങ്കുവയ്ക്കുകയാണ്. ഈശോയുടെ സ്നേഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അവൻ്റെ സ്വരം കേൾക്കുന്ന പറയാം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. ഇങ്ങനെ ഇടയൻ്റെ സ്വരം ശ്രവിക്കുന്ന ആടുകളെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നാണ് കർത്താവ് പറയുന്നത്. അതായത് എന്നെ കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ കർത്താവിനറിയാം. അത് പറഞ്ഞു വയ്ക്കുന്നത് മറ്റൊന്നുമല്ല, എന്നെ ശ്രവിക്കുകയും അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെയും എനിക്കറിയാം. രണ്ടു കൂട്ടരെയും കർത്താവിന് കൃത്യമായിട്ട് അറിയാം. അവസാനം ഈ ലോകം അവരെങ്ങനെയാണ് മനസ്സിലാക്കുക? ഈശോയെ അറിയുന്നവരെയും ഈശോയെ അറിഞ്ഞിട്ടും അവനെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ എങ്ങനെയാണ് ലോകം മനസ്സിലാക്കുക? പറയുന്നത്, അവ എന്നെ അനുഗമിക്കുന്നു. ഇപ്പം ഈശോയെ സ്നേഹിക്കുന്നവർ ഈശോയെ അനുഗമിക്കും, ഈശോയെ സ്നേഹിക്കാത്തവർ ഈ ലോകത്തെ അനുഗമിക്കും, അല്ലെങ്കിൽ മറ്റു പലരെയും അനുഗമിക്കുമെന്ന് ഇന്നത്തെ ഈ സുവിശേഷം നമ്മളോട് പറയാം. ശരിക്കും ഈശോയുടെ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുമെന്നാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുക. അവൻ്റെ സ്നേഹം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അവൻ്റെ സ്നേഹം ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ തീക്ഷ്ണത കൊണ്ട് എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന പറയും. നമ്മുടെയൊക്കെ ഹൃദയം പൊട്ടിപ്പോകുന്നത് തമ്പുരാനോടുള്ള സ്നേഹം കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റു പലതിനോടുമുള്ള മറ്റു വ്യക്തികളോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, മൈ ഹാർട്ട് ഈസ് ബ്രോക്കൺ എന്ന് പറഞ്ഞ് പലപ്പോഴും പലരും ഹൃദയം ഇങ്ങനെ പിളർന്നു നിൽക്കുന്ന സ്റ്റിക്കറുള്ള സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട് അല്ലേ? ചിലപ്പോൾ സ്നേഹിച്ചവർ ആരെങ്കിലും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ വിഷമമുള്ള എന്തെങ്കിലും ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മളിടുന്നതാണ് ഹൃദയം ഇങ്ങനെ പിളർന്നു നിൽക്കുന്ന ഒരു സ്റ്റിക്കർ. അത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിരിക്കാം, ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയം എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് മുറിഞ്ഞിട്ടുണ്ടോ? ഈശോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് എപ്പോഴെങ്കിലും എൻ്റെ ഹൃദയം മുറിഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മളിന്ന് ധ്യാനിക്കേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഹു ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപിരിക്കാനായിട്ട് സാധിക്കും? എന്നാലോചിച്ച് നോക്കി, ആരെങ്കിലും എന്നെ എൻ്റെ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്? ഈശോയേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ? അവിടേക്ക് ഹൃദയം മുറിഞ്ഞത് ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ല, മറ്റ് പലർക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹൃദയങ്ങൾ ഈശോയെ അറിഞ്ഞ് അനുഭവിച്ച് അവനോടുള്ള തീക്ഷ്ണതയാൽ മുറിയട്ടെ. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, സ്നേഹത്തിൻ്റെ മുറിവിന് വേദനയില്ലെന്നാണ്. ഈശോ നൽകുന്ന മുറിവുകൾക്ക് വേദനയില്ല, കാരണം അവൻ മുറിച്ച് സ്വന്തമാക്കുന്നത് അവന് വേണ്ടിയിട്ടായിരിക്കാൻ, അവൻ്റെ സ്വരം ശ്രവിക്കാൻ, അവനെ അനുഗമിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും ഈ ലോകം മുഴുവനും ഈശോയെ അറിയട്ടെ, അവൻ്റെ സ്വരം കേൾക്കട്ടെ, അവനെ അനുഗമിക്കട്ടെ. ഈ പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് അല്പനേരം പ്രാർത്ഥിച്ച് ഈശോയുടെ അനുഗ്രഹത്തിനായിട്ട് ഒരുങ്ങും. കാരുണ്യവാനായ ദൈവമേ, ഒരുപാട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു ഈശോ. ഞങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഈശോയെ കണ്ണീരോടെ നന്ദി പറയുന്നു ഈശോയെ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല തമ്പുരാനെ, എത്ര വലുതാണ് നിൻ്റെ സ്നേഹം. ഈശോ, ഇന്ന് വചനത്തിലൂടെ നീ പറഞ്ഞ പോലെ നിന്നെ അറിയുന്ന, നിൻ്റെ സ്വരം കേൾക്കുന്ന, നിന്നെ അനുഗമിക്കുന്ന നല്ലൊരു ആടായിട്ട് മാറാനായിട്ട്, നല്ലൊരു മനുഷ്യനായിട്ട് മാറാനായിട്ട് ഈശോയെ അനുഗ്രഹിക്കണം. ഈശോയെ, മറ്റിടങ്ങളിൽ ആശ്വാസം കണ്ടെത്താതെ, മറ്റിടങ്ങളിൽ ഒരു ഒളിമറ കണ്ടെത്താതെ തമ്പുരാനെ നിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഒളിച്ചിരിക്കാൻ, നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാനായിട്ട് അനുഗ്രഹിക്കണം. ഈശോയെ, നിന്നെക്കാൾ അധികമായിട്ട് എന്തിനോടെങ്കിലും അടുപ്പ് തോന്നിയിട്ടുണ്ട്, നിന്നെക്കാൾ അധികമായിട്ട് ഈ ദിവസം എന്തിനെങ്കിലും സ്നേഹിച്ചു പോയിട്ടുണ്ട്. ഈശോയെ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, നാളെ എന്ന ഒരു നല്ല ദിവസത്തിലേക്ക് നീ എന്നെ കൈപിടിച്ചു. ഈശോയെ, നിന്നെക്കാൾ അധികമായിട്ട് ഒന്നിനെയും സ്നേഹിക്കാതെ
നിന്നെ മാത്രം ആവോളം സ്നേഹിക്കാൻ എൻ്റെ ഹൃദയം അനുഭവിച്ച് അറിഞ്ഞ് എൻ്റെ ഹൃദയം പൊട്ടിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമെന്ന് നിന്റെ അനുഗ്രഹങ്ങളാൽ എന്നെ സമ്പന്നനാക്കണം. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആത്മാവിന്നകതാരിനുള്ളിൽ അഭിഷേക ജ്വാല. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.